റിട്ടയേർഡ് ഡയറക്ടർ ജനറൽ ഓഷ്യൻ സയൻസസ് ആൻഡ് കനേഡിയൻ ഹൈഡ്രോഗ്രാഫിക് സർവീസസ് ഡോക്ടർ സാവിത്രി നാരായണന് തൃശൂർ സെന്റ് മേരീസ് കോളേജിന്റെ ഡോക്ടർ ക്രിസ്ലിൻ എൻഡോവ്മെന്റ് മഹിത അവാർഡ് 2025 നൽകി ആദരിച്ചു. സെന്റ് മേരീസ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ ക്രിസ്ലിന്റെ പേരിലുള്ള ഈ അവാർഡ് പ്രതിഭ തെളിയിച്ച സ്ത്രീരത്നങ്ങൾക്കുള്ള ആദരമായാണ് എല്ലാ വർഷവും നൽകി വരുന്നത്. ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ, കാനഡയിലെ സമുദ്ര ഭൗതികശാസ്ത്ര വിഭാഗത്തിന്റെയും സമുദ്ര ഗതാഗത വിഭാഗത്തിന്റെയും ഡയറക്ടർ ജനറൽ, യുനെസ്കോ ഇന്റർ ഗവൺമെന്റൽ ഓഷ്യനോഗ്രാഫിക് കമ്മീഷൻ വൈസ് ചെയർപേഴ്സൺ, ടെക്നിക്കൽ കമ്മീഷൻ ഫോർ ഓഷ്യനോഗ്രാഫി ആൻഡ് മറൈൻ മീറ്റിയോറോളജി കോ പ്രസിഡന്റ്, ആർട്ടിക് റീജിയണൽ ഹൈഡ്രോഗ്രാഫിക് കമ്മീഷൻ സ്ഥാപക പ്രഥമ ചെയർപേഴ്സൺ, അന്താരാഷ്ട്ര വേദികളിൽ സമുദ്രശാസ്ത്ര പഠനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞ എന്നീ നിലകളിൽ സമുദ്ര ഭൗതിക ശാസ്ത്രത്തിലും ഹൈഡ്രോഗ്രാഫിയിലും പ്രാഗൽഭ്യം നേടിയ ലോകപ്രസിദ്ധയായ മലയാളി വനിതയെ വാർത്തെടുത്ത കലാലയം എന്ന നിലയിൽ ഏറെ അഭിമാനിക്കുന്നുവെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മീന കെ ചെറുവത്തൂർ പറഞ്ഞു. 80ാം പിറന്നാളിന്റെ നിറവിലായിരിക്കുന്ന സെന്റ് മേരീസ് കലാലയ മുത്തശ്ശിയുടെ മടിത്തട്ടിലായിരുന്നുകൊണ്ട് ഈ മഹിത അവാർഡ് ദാന ചടങ്ങിലായിരിക്കുമ്പോൾ കലാ സാംസ്കാരിക സാമൂഹ്യ ശാസ്ത്ര മേഖലകളിൽ തനതായ സംഭാവനകൾ നൽകിക്കൊണ്ട് സമൂഹത്തിനെ സേവിക്കുന്ന വനിതകളെയാണ് മഹിത അവാർഡിനായി നാം തിരഞ്ഞെടുക്കാറുള്ളത്. നമ്മുടെ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലർ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, വിമല സെന്റ് മേരീസ് കോളേജുകളുടെ മാനേജർ, സ്പിരിച്വൽ ലീഡർ, സെമിനാരി പ്രൊഫസർ എന്നിങ്ങനെ സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ CMC കോൺഗ്രിഗേഷനെയും ഈ കലാലയത്തെയും നയിച്ച ഡോക്ടർ സിസ്റ്റർ ക്രിസ്ലിന്റെ ബഹുമാനാർത്ഥമാണ് മഹിത അവാർഡ് നാം ആരംഭിച്ചത്. ഭരണപാഠവും കൊണ്ട് തൃശ്ശൂരിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച കളക്ടർ ജയ, പ്രശസ്ത സാഹിത്യകാരിയും നിരൂപകയും പത്മശ്രീ അവാർഡ് ജേതാവുമായ പ്രൊഫസർ എൻ ലീലാവതി, കോവിഡ് കാലഘട്ടത്തിൽ കേരള സമൂഹത്തിന്റെ കാവലാളായി കടന്നു വന്ന ശൈലജ ടീച്ചർ, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച സാമൂഹ്യ പ്രവർത്തകർ മിസിസ് ഷീബ അമീർ, ശ്രീ ഉമാ പ്രേമൻ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിലെ ശാസ്ത്രജ്ഞ, മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ്, തൃശ്ശൂരിൽ നിന്നുള്ള നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു, ഇസാഫ് ബാങ്കിലൂടെ വനിതാ ചെറുകിട സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മെറിൻ പോൾ, ഇവരെല്ലാം മുൻ മഹിത അവാർഡ് ജേതാക്കളാണ്. ജീവിതസാഗരം എന്ന പേരിൽ സമത പുറത്തിറക്കിയ ഡോക്ടർ സാവിത്രി നാരായണന്റെ ഓർമ്മക്കുറിപ്പുകൾ വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വർക്ക് എത്തിക്സും വർക്ക് മെന്റാലിറ്റിയും പ്രധാനമാണെന്നും ജീവിതമെന്നാൽ പല പ്രതിസന്ധികളും ഉൾപ്പെട്ടതാണെന്നും നമ്മൾ വീണാൽ എഴുന്നേൽക്കാൻ പഠിക്കണമെന്നും പ്രതിസന്ധികൾ വന്നാൽ അത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന പാഠമായി കണക്കാക്കണമെന്നും അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് ചിന്തിക്കണമെന്നും ഡോക്ടർ സാവിത്രി നാരായണൻ പറഞ്ഞു. But in Canada, it comes under the science. So I went to my first meeting of the International Hydrographic Organization. They have heard Canada has a new hydrographer, and the name is Dr. Narayanan. So I walk in with my colleague from India. So he's also new, I think, from that meeting. And we were walking together, and first people thought he is Dr. Narayanan, and when he did not, that was not there. So somebody came to me, a 3-star, 4-star, I don't remember the stars, but my husband knows, he is the Navy man. And he came and said, how do you feel being the wife of the national hydrographer? So I was standing next to the representative from US, and he burst out laughing, and he was going to give a sort of a snarky reply, but then somebody else came down. I said, oh, Savi, they have called me Savi in the professional world, and at my home, everywhere else I'm Savi. I said, oh, Savi is the national hydrographer, and he just
confounded, just look like that. And for a couple of years, my American colleagues teased me, said, how do you feel being the wife of the national? But this shows the prejudice, because nobody could ever imagine that head of hydrography, which is mostly Navy, it is navigation, it's for no women, that it can be a female. വാതിൻ്റെ ഉള്ളിലേക്ക് 4 ചോരിൻ്റെ ഉള്ളിലേക്ക് ഈ ഗേറ്റ് കടന്ന് വന്നത് ഒന്നും അറിയില്ല. ഒരു 14 വയസ്സുകാരി ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ, ഗ്രാജുവേറ്റ് ചെയ്ത് പോയപ്പോൾ 18 വയസ്സിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചർമാരുടെ എല്ലാം കഴിവുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കോളേജിൽ നിന്ന് എന്നൊരു അവാർഡ് കിട്ടാൻ കഴിഞ്ഞത്. കൊളങ്ങാട്ടുകര പൊറക്കുടിഞ്ഞത്ത് ഗംഗാധരൻ ഭട്ടതിരിപ്പാടിന്റെയും കാളിയന്തർജനത്തിന്റെയും മകളായ ഡോക്ടർ സാവിത്രി നാരായണൻ സെന്റ് മേരീസ് കോളേജിൽ നിന്ന് മാത്തമാറ്റിക്സിൽ 1ാം റാങ്കോടെയാണ് BSc ബിരുദം പൂർത്തിയാക്കിയത്. ചടങ്ങിൽ ഡീൻ ഓഫ് അക്കാദമിക്സും എക്കണോമിക്സ് വിഭാഗം മേധാവിയുമായ ഡോക്ടർ ജൂലി പി ലാസർ, കോളേജ് ചെയർപേഴ്സൺ ഫാത്തിമ സമീർ, കണ്ടഞ്ചേർത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. അപ്ലൈഡ് ബയോടെക്നോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജുഷ റാണി സ്വാഗതവും മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ ധന്യ സമീർ KC നന്ദിയും പറഞ്ഞു. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.